അല്ലു അർജുൻ അല്ലി കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ സിനിമ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ കൂടിയൊരു പടമാണ്. സോ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കാദ്യം അത് എന്താണെന്നും എന്തോ സംഭവം എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണയുണ്ട്, നോക്കാം. സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ സ്കെയില് ഭയങ്കരമാണ്. ദീപിക പദുകോണാണല്ലേ നായിക. ഓ മൈ ഗോഡ്. ഇതൊക്കെയാണ്. ഇതെന്ത് സാധനം ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൊമ്പു. ഈ ഒരു പടത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കാരണം ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഹൈ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അനൗൺസ്മെൻറ്റ് ഹീറോയിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഇതിൻ്റെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത ഒരു സാധനം ആ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് മാത്രമായിരുന്നു. ഇനിയും വരാൻ പോകുന്നതിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്. എനിക്കിതിൻ്റെ ഒരു മേക്കിംഗ് രീതിയാണ് ഇന്ത്യയിലധികം അങ്ങനെ ചെയ്തിട്ടില്ല. അത് മോഷൻ ക്യാപ്ചർ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. കോച്ചടയൻ എന്ന് പറയുന്നൊരു സിനിമ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷേ അതൊരു കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് ഔട്ട് വന്നപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു അനിമേഷൻ സെറ്റപ്പിലോട്ട് നമുക്ക് ഔട്ട് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ എന്താ പറയുക അവതാറൊക്കെ ഒരു ടെക്നോളജിയിൽ ചെയ്തേക്കുന്ന പടങ്ങളാണ്. ഒരുപാട് പടങ്ങൾ ഇങ്ങനത്തെ പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സോ ബട്ട് അറ്റ്ലി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, അറ്റ്ലി ഇങ്ങനെ ഒരുപാട് പേർക്ക് സെയിം ടൈം ഭയങ്കര ഇഷ്ടവും അതേപോലെ തന്നെ ഹെയ്റ്റും ഉള്ളൊരു ഡയറക്ടറാണ്. കാര്യം എന്ന് വെച്ചാൽ അതിന് ഓവർ ദ ഇത് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധനം നമുക്ക് വിശ്വാസം വരുന്ന രീതിയിൽ ചെയ്യും. അതായത് സെയിം ഹിന്ദി നമ്മുടെ ഇപ്പോൾ ഹോളിവുഡ് സിനിമകൾ അങ്ങനെയാണ്, നമുക്കറിയാം ഇത് നടക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ അവരത് നമ്മളെ വിശ്വസിപ്പിക്കും. അതാണ് ഒരു സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതങ്ങനെയുള്ള പണ്ട് ശങ്കറിനൊക്കെ ഉണ്ടായിരുന്ന ഒരു കഴിവാണ്, നമ്മളിങ്ങനെ വണ്ടറടിപ്പിക്കും. അറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്, പക്ഷേ അറ്റ്ലി അത് കറക്റ്റായിട്ട് ചെയ്യും. അറ്റ്ലിക്കൊരു പ്രത്യേക കഴിവുണ്ടത്. ചില സാധനങ്ങൾ നമുക്കറിയാം ഇത് കത്തി ടു ദ കോർ, അത് കത്തിയാൻ നമുക്കറിയാം, പക്ഷെ അത് എടുത്തു വെച്ച രീതി കൊണ്ട് നമുക്ക് കൊള്ളാം. അങ്ങനെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ഇങ്ങനത്തെ 2 പവർ ഹൗസുകളെ കിട്ടുകയാണ്. ഇന്ന് കൽക്കിക്ക് ശേഷം നമ്മുടെ ദീപിക പദുകോൺ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ പിന്നെയും ഇതാവുകയാണ്. ആ ഒരു സിനിമയിൽ അതിൻ്റെ ഏറ്റവും വലിയ സിനിമകളുടെ ഭാഗമാകുകയാണ്. സോ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആൻഡ് ബോക്സ് ഓഫീസ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. എന്താകും എന്ന് നമുക്ക് കണ്ടിരിക്കാം. അല്ലു അർജുൻ്റെ തന്നെ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റ്. പക്ഷേ ഇത് സമയം കൂടുതലെടുക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലു അർജുനൊക്കെ 2-3 വർഷം കൂടുമ്പോൾ ഒരു പടമാകുന്നൊരു സെറ്റപ്പിലോട്ടാവും. അറിയില്ല, നിങ്ങൾ ഈ ഒരു ടീസർ അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.